എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കായ്ക്കാത്ത മാവ്, വർഷങ്ങളായിട്ട് കായ്ക്കാത്ത മാവുകൾ എങ്ങനെ കായ്ക്കും അതിനുള്ള സൂത്രവിദ്യ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന്. മോതിരവളയം എന്ന് പറയുന്ന കാര്യമാണ്, അതിൻ്റെ പേരാണ് മോതിരവളയം. മോതിരവളയം എങ്ങനെയാണ് ഇടുക ഒരു മരത്തിൽ, മാവോ ലാവോ എന്തായാലും അതെങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് കാണാം. ഇപ്പം അതിൻ്റെ ആദ്യ പടിയായിട്ട് ഞാൻ എൻ്റെ കത്തികളൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തു സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട്. അത് കഴിഞ്ഞ് ഇനി അതിൽ ചുറ്റും ഒരു മാർക്ക് ഇടുകയാണ്. ഒരു ഏകദേശം ഒരു 1-1.5-2 സെൻറ്റിമീറ്റർ പരമാവധി വീതിയിൽ 2 ലൈൻ, പാരലായിട്ട് 2 ലൈൻ ചുറ്റും വട്ടത്തിലിടുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ നല്ല ഡീപ്പായിട്ട്, കുറച്ച് ഡീപ്പായിട്ട് കട്ട് ചെയ്ത് ഒരു 3 mm 4 mm ഡീപ്പാக പോകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. ഒന്നും കൂടി അതിൻ്റെ മുകളിൽ ഒന്നും കൂടി അമർത്തി ഫുൾ റൗണ്ട് കത്തി കൊണ്ടൊന്ന് പ്രസ് ചെയ്തു. ഇനി ഇൻ ബിറ്റ്വീൻ, ഈ 2 ലൈനിൻ്റെ ബിറ്റ്വീനിലുള്ള തൊലി, ഇടയിലുള്ള തൊലി നമ്മൾ കുറേശ്ശെയായിട്ട് അടർത്തി കളയാണ്. പെട്ടെന്ന് അടർത്തി കളയില്ല, വളരെ ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാൻ. കാരണം എത്രയും കൂടുതൽ തൊലി, അനാവശ്യമായിട്ട് തൊലി പോയി കഴിഞ്ഞാൽ അത് മാവിന് ദോഷം ചെയ്യും. ഇപ്പം ഞാൻ മാവിലാണ് ചെയ്യുന്നത്. ഒരു ചെറിയ മാവ്, അത് 10, 15, 20 കൊല്ലം ഇതുവരെ പൂവിട്ടിട്ടില്ല. അപ്പോൾ അത് പൂടുമെന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വർഷം തന്നെ പൂടാം, അല്ലെങ്കിൽ അടുത്ത സീസണിൽ നമുക്ക് പൂ എങ്ങനെയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ചെറിയ മാവാണ്, അത്ര വലുതൊന്നുമല്ല, അധികം വളർച്ച അതിനുണ്ടായിട്ടില്ല. വർഷം കുറേ കഴിഞ്ഞു, 10-20 വർഷമായി. അപ്പോൾ തൊലി നമ്മൾ ആ 2 ലൈൻ ഇട്ടതിൻ്റെ ഇടയിലുള്ള തൊലി നമ്മൾ കുറേശ്ശെ അടർത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവനും കളയണം, പക്ഷേ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോകാൻ പാടില്ല. കാതൽ തൊടാൻ പാടില്ല, മരത്തിൻ്റെ കാതലിൽ കത്തി തട്ടാൻ പാടില്ല. കാതലിന് ഫുൾ ഒരു സ്കിൻ കവറിങ് ഉണ്ടായിരിക്കണം. അത് പോവരുത്, അത് പോയാൽ മരം ഉണങ്ങിപ്പോവും. ഉണങ്ങിപ്പോകുന്ന തീർത്ത് പറയല്ല, സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത്രയും ഭാഗത്ത് തൊലി മാത്രമേ എടുത്ത് മാറ്റുന്നുള്ളൂ. ഔട്ടർ സ്കിന്നാണ് നമ്മൾ കളയുന്നത്, ഇന്നർ സ്കിൻ നമ്മൾ തൊടുന്നില്ല. ഇന്നർ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് വളരെയധികം ദോഷം ചെയ്യും, ഉണങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഫുൾ റൗണ്ട് ചുറ്റും ആ തൊലി എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനി വണ്ണുള്ള മാവാണെങ്കിലും, വണ്ണുള്ള മരമാണെങ്കിലും, പ്ലാവാണെങ്കിലും മറ്റ് പല മരങ്ങളിലും ഇത് പരീക്ഷിക്കാം. ചിലപ്പോൾ വിജയിക്കും. ഞാൻ മാവിൽ മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ, മാവ് വിജയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തത്. അപ്പോൾ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഇന്ന് ഞാൻ അതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയർ നിങ്ങളെ കാണിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഫുൾ റൗണ്ടായി. ചുറ്റും ആ മരത്തിന് ചുറ്റുമുള്ള 2 സെൻറ്റിമീറ്റർ വീതിയിൽ ആ തൊലി എടുത്ത് മാറ്റി. അത് ഏകദേശം ഞാൻ എടുക്കുന്ന ഏകദേശം ഒരു 3 to 4 mm ഡീപ്പാണ്. അതിൽ കൂടുതൽ ഞാൻ പോവില്ല, കാരണം ഇത് ചെറിയ മാവാണ്, തൊലിക്ക് അതിൽ കൂടുതൽ കനം ഉണ്ടാവില്ല. അപ്പം നമുക്ക് സ്റ്റിൽ അവിടെ ഒരു 2 mm അല്ലെങ്കിൽ 3 mm തൊലി അവിടെ കാണും. നമ്മളെടുത്ത് കഴിഞ്ഞ് ബാക്കി ഒരു 2 to 3 mm അവിടെ കാണും. അപ്പോൾ കാതലിന് ഒരു കവർ അവിടെ ഉണ്ട്, കാതൽ വെളി വരില്ല. ഇനി അത് കഴിഞ്ഞു, ഞാൻ നിങ്ങളത് ക്ലോസപ്പ് കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി അത് കവർ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മാസം, ഇത് നവംബർ മാസമാണ്. ഇനി ഡിസംബറും ജനുവരിയൊക്കെ കഴിഞ്ഞ് തണുപ്പും പിന്നെ കൊടും ചൂടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ കേടുവരാൻ സാധ്യത കൂടുതലാണ്, ഉണക്ക് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്ലാസ്റ്റിക് പേപ്പർ വെച്ച്, സെല്ലോഫാൻ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാൻ പോവുകയാണ്. സെല്ലോഫാൻ പേപ്പർ വെച്ച് കവർ ചെയ്ത്
ആ മുറിയുടെ മേൽഭാഗത്തും കീഴ്ഭാഗത്തും നമുക്ക് കെട്ടണം. ചരട് വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കവറ്, സാധാരണ പ്ലാസ്റ്റിക് കവറ് അതിൻ്റെ 2 സൈഡ് കട്ട് ചെയ്ത് നീളത്തിലെടുത്ത് മരത്തുമ്മ ചുറ്റി ഒരു 2 റൗണ്ട് ചുറ്റുന്നുണ്ട് ഞാൻ. ഒരു 2 റൗണ്ട് ചുറ്റി നല്ല ടൈറ്റായിട്ട് ചുറ്റുന്നുണ്ട്. അതിന് ശേഷം ആ മുറിവിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവുമായിട്ട് 1-2 തവണ നല്ല ടൈറ്റായിട്ട് കെട്ടി ഉറപ്പിക്കണം. അതിൽ കീടങ്ങൾ കയറാൻ പാടില്ല, പ്രാണികൾ കയറാൻ പാടില്ല, ഉറുമ്പുകൾ കയറാൻ പാടില്ല, മറ്റ് കീടങ്ങളുടെ ഉപദ്രവം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി ഉറപ്പിച്ച് വയ്ക്കണം. അപ്പം മേലെ കെട്ടി ഇനി അടിയിൽ ഒരു കെട്ട് കെട്ടും. ഒരു കെട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ കാണിക്കുന്നത്. 1-2 കെട്ട് കെട്ടാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്രയും അത് സെക്യൂർ ചെയ്യാൻ പറ്റും, സേഫായിട്ടിരിക്കും, കേടുവരാതെ. ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ, ഉറുമ്പുകൾ കയറി പോകാതിരിക്കാൻ, പ്രാണികൾ കിടക്കാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ അല്പം ഈർപ്പം നിലനിർത്താനും ഈ കവറിങ് സഹായിക്കും. അപ്പോൾ ആ ഭാഗം ഡ്രൈ ആയി പോവില്ല, ഓവർ ഡ്രൈ ആവില്ല, ഓവർ ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് 2 സൈഡിൽ നിന്നും കുറേശ്ശെ ഗ്രോത്ത് വന്ന് സ്കിൻ ഇത് 2 കൂട്ടിമുട്ടും. അത് ഏകദേശം ഒരു വർഷം വേണ്ടി വരും അത് കൂട്ടിമുട്ടാൻ. മിനിമം 1 വർഷം കൊണ്ട് ഏകദേശം അത് 2 സൈഡും വന്ന് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ എടുത്ത് കളയാം. അതിനിടയ്ക്ക് മരം വണ്ണം വെക്കുകയാണെങ്കിൽ ഈ ചരട് ഭയങ്കര ടൈറ്റാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചരടൊന്ന് മാറ്റി കൊടുക്കണം. ഒരു 6 മാസം കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ഈ ചരട് ഓവർ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ചരട് അഴിച്ചു മാറ്റി പുതിയത് കെട്ടണം, അധികം ടൈറ്റ് ചെയ്യാതെ. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റായി. കെട്ടി സെല്ലോഫാൻ പേപ്പർ വെച്ച് കെട്ടിയതിന് ശേഷമുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെക്യൂർ ചെയ്തു. ആ ഭാഗം കേടുവരാതിരിക്കാനുള്ള സംരക്ഷണം നമ്മൾ ഒരുക്കി. ഇതാണ് മോതിരവളയിടുക എന്ന് പറയുന്ന കാര്യം. നമ്മളിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. ഞാനിവിടെ ചെയ്ത് വിജയിച്ചു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അദ്ദേഹം ചെയ്തു, ഒരു കുളമ്പ് മാവിലാണ് ചെയ്തത്, അത് വിജയിച്ചു, മാങ്ങ കിട്ടി എന്നുള്ള വിവരം എന്നോട് പറഞ്ഞിരുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ചെയ്യാം. വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും ചെയ്തു നോക്കുക. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.